അങ്ങനെ ലൈഫിൽ ഇതുവരെ നടക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് ഞങ്ങൾ അത്യാവശ്യം നല്ല ഹാപ്പിയാണ്. കാരണം ഞങ്ങളൊരു ഷോപ്പിൻ്റെ ഇനാഗ്രേഷന് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. കുറേ ഗസ്റ്റിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ചെറിയ ഗസ്റ്റ്. നമ്മുടെ ചാവക്കാട് പുതിയ ഒരു ഡെസേർട്ട് ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സ്മോച്ചോടെ 38ാമത്തെ ഔട്ട്ലെറ്റ്, അതും ഒരു പ്രീമിയം സെറ്റപ്പിലാണ് അവർ തുടങ്ങിയുള്ളത്. സാധാരണ അവരൊരു കിയോസ്ക് മോഡലാണ് തുടങ്ങിയിട്ടുള്ളതെങ്കിലും ഇവിടെ ഒരു കഫേ മോഡലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഈ ഒരു സ്മോച്ചോൻ്റെ വിശേഷങ്ങളായിരിക്കും. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. അങ്ങനെ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞ് അവിടെ ചെറുതായിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങളിങ്ങോട്ട് വീഡിയോ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ്ലി ഇവരുടെ ആംബിയൻസ് പറയണം. ഒരു ചെറിയ സെറ്റപ്പാണ്, പക്ഷേ ഉള്ളിൽ അവർ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് അതിലവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറത്ത് 2-3 ടേബിൾ ഉണ്ടെങ്കിലും ഉള്ളിലിരിക്കുന്നതാവും കുറച്ചും കൂടിയും ബെറ്റർ. പക്ഷേ സീറ്റിംഗ് കുറവായതുകൊണ്ട് കാരണം എവിടെ ഇരുന്നാലും പെട്ടെന്ന് ഫുഡ് കഴിച്ച് പോകാനുള്ള മൈൻഡിലായിരിക്കും നമ്മളൊക്കെ. ആൻഡ് ഫുഡിലോട്ട് വരുമ്പോൾ ഞങ്ങൾ അവരുടെ കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്തു. അതാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കാണിക്കാൻ പോണത്. ആൻഡ് ഇവിടെ ഒരു സ്ട്രോബെറി ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരികയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിക്കോ. ചിലപ്പോൾ ഐഫോണൊക്കെ വിജയിക്കാനുള്ള ചാൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കും കിട്ടുമായിരിക്കും ഭാഗ്യമുണ്ടെങ്കിൽ. അപ്പം നമുക്ക് ഫുഡിലേക്ക് കിടക്കാം. ആദ്യം തന്നെ അവരുടെ ചോക്കോ സുനാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. ഒരു കിഡിലൻ സംഭവം എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് വല്ലാണ്ട് സ്വീറ്റ്സ് അത്രയ്ക്ക് ഓവറായിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല. ലൈക്ക് കഴിക്കും, പക്ഷെ അത്രയ്ക്ക് ഓവറായിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല. കാരണം ഇവിടെയെന്ന് വെച്ചാൽ ഭയങ്കര ഓവറാണ്. ചിലവർക്ക് മത്ത് വരും, കിക്ക് വരും. അങ്ങനെയൊക്കെ ഉള്ളവർ ഇങ്ങോട്ട് വരുന്നത് ഒരു 2-3 ആളും കൂടി വന്നാൽ മതി. അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് തന്നെ നിങ്ങൾക്ക് കഴിച്ച് തീർക്കാൻ പറ്റിയില്ല എന്ന് വരും. കാര്യം അത്രയ്ക്ക് ക്വാണ്ടിറ്റിയിലാണ് ഇവരിവിടെ സെർവ് ചെയ്യുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, എന്നാലും ക്വാണ്ടിറ്റി അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ചോക്കോ സുനാമിക്ക് വരുമ്പോൾ ഫിഗും കാര്യങ്ങളും ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ഡ്രൈ ഫ്രൂട്ട്സും ബ്രൗണിയൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഡിഷായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തത് അവരുടെ സ്ട്രോബെറി സുനാമായിരുന്നു. എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇതിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായത് എനിക്ക് ഇത് തന്നെയാണെന്ന് പറയാം. കാരണം കുറച്ച് സ്ട്രോബെറിയുടെ ഫില്ലിങ്സും പിന്നെ ക്രീമും വിപ്പിംഗ് ക്രീമും ബ്രൗണി അല്ല, ഒരു പീസ് ഓഫ് കേക്കൊക്കെ കൂടി വരുന്ന ഈ ഒരു സംഭവമാണ് എനിക്ക് കുറച്ചധികം ഇഷ്ടമായത്. നെക്സ്റ്റ് ഞങ്ങൾ അവരുടെ പിസ്താഷ്യോ കുനാഫ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹേസൽനട്ട് ആൻഡ് പിസ്ത സുനാമി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റ് സ്ട്രോബെറി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാം അടിപൊളിയാണ്. സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലാത്തവർക്ക് ഇത് പെട്ടെന്ന് മട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇതിലെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അത്യാവശ്യം നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ചാവക്കാട് ഇങ്ങനൊരു കഫേ, ഇങ്ങനെ ഒരു ഡെസേർട്ടിന് വേണ്ടിയിട്ടുള്ള കഫേ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും വന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. ഒരു ബൈറ്റും കൂടി.